എല്ലാവർക്കും സേഫ് ഹോം ജർമ്മനിയിലേക്ക് സ്വാഗതം. ജർമ്മനി ജോലി ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര വിദ്യാർത്ഥി ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത്. ജർമ്മനിയിലെ ജീവിത യാഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സ്വപ്നത്തിന് പിന്നാലെ പോകുന്നതിനേക്കാൾ ഏറെ കാലത്തേക്ക് സ്ഥിരതയോടെ നിൽക്കണമെങ്കിൽ ജർമ്മനി തിരഞ്ഞെടുക്കുന്നതാണ് എന്നതാണ് ഈ യുവാവ് പറയുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് തുടങ്ങുന്നത്. നിങ്ങളൊരു മുഴുവൻ സമയ ജോലിക്കാരനായിരിക്കാം. മാന്യമായ ശമ്പളവും ഉണ്ടായിരിക്കാം. കൃത്യമായ നികുതി അടയ്ക്കുന്നുണ്ട്. പക്ഷേ മാസാവസാനം കയ്യിൽ ബാക്കി ഉണ്ടാകുന്നത് വെറും 150 ടു 200 യൂറോ മാത്രമായിരിക്കും. അതായത് 15,781 രൂപ അല്ലെങ്കിൽ 21,041 രൂപ. ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരും അടുത്തിടെ വരുന്നവരും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഇവയാണ്. മാസം 3000 ഗ്രോസ് ശമ്പളം ലഭിക്കുന്ന ഒരാളുടെ കാര്യം ഉദാഹരണമായി നമുക്ക് എടുക്കാം. കയ്യിൽ കിട്ടുന്ന തുക ടാക്സും ഇൻഷുറൻസും കഴിഞ്ഞ് ഏകദേശം 2100 ആയിരിക്കും. വാടക ഒരു ഇടത്തരം നഗരത്തിൽ 1 ബെഡ്റൂം ഫ്ലാറ്റിന് 800 അല്ലെങ്കിൽ 1200 യൂറോ ആണ്. ഭക്ഷണം, ഗ്രോസറി എന്നിവയ്ക്ക് 250 ടു 350 യൂറോ ആകും. യാത്രയ്ക്ക് 150 ടു 250 യൂറോയും. യൂട്ടിലിറ്റികൾ, അതായത് വൈദ്യുതി, ഹീറ്റിംഗ്, ഇന്റർനെറ്റ് വരുന്നത് 150 ടു 200 യൂറോ ആണ്. മൊബൈൽ ഫോൺ റീചാർജിന് 20 ടു 40 യൂറോയും. ചുരുക്കത്തിൽ അത്യാവശ്യം മാന്യമായി ജീവിച്ചു പോയാൽ കയ്യിൽ വലിയൊരു തുക മിച്ചം പിടിക്കാൻ പ്രയാസമാണ്. എന്നാൽ ജർമ്മനിയുടെ മറ്റു ചില പ്രത്യേകതകൾ ഇതൊക്കെയാണ്. ഉയർന്ന നികുതിയാണെങ്കിലും മികച്ച ആരോഗ്യ പരിരക്ഷ, തൊഴിലില്ലായ്മ വേതനം, പെൻഷൻ എന്നിവ ഇവിടെ ഉറപ്പാണ്. ശക്തമായ നിയമങ്ങൾ ഉള്ളതിനാൽ പെട്ടെന്ന് ജോലി പോകുമെന്ന പേടി വേണ്ട. സമാധാനപരമായ ജീവിതം സാധ്യമാണ്. പക്ഷെ അതിന് വില നൽകേണ്ടി വരും. പെട്ടെന്ന് പണക്കാരനാകാൻ കഴിയില്ല. എങ്കിലും ചികിത്സാ ചിലവുകൾ കാരണം നിങ്ങൾ ഒരിക്കലും പാപ്പരാവുകയില്ല. ഇവിടെ നിങ്ങൾ സമ്പാദിക്കുന്നത് സാമ്പത്തിക ഭദ്രതയാണ്, അല്ലാതെ വലിയ സമ്പത്തല്ല. ആഡംബര ജീവിതത്തിനപ്പുറം സാവധാനത്തിലുള്ളതും എന്നാൽ സുരക്ഷിതമായ വളർച്ചയാണ് ജർമ്മനി വാഗ്ദാനം ചെയ്യുന്നത്. അമേരിക്കൻ സ്വപ്നം പോലെ വേഗത്തിലുള്ള ഒരു വളർച്ച ഇവിടെ പ്രതീക്ഷിക്കരുത്. ഇനി ഇത് നിങ്ങൾക്ക് അനുയോജ്യമാണോ എന്ന കാര്യം, സുരക്ഷ, മികച്ച വിദ്യാഭ്യാസം, വർക്ക് ലൈഫ് ബാലൻസ് എന്നിവയാണ് ലക്ഷ്യമെങ്കിൽ അതെ എന്നാണ് ഉത്തരം. കുറഞ്ഞ നികുതി, വേഗത്തിലുള്ള വളർച്ച, വലിയ സമ്പാദ്യം എന്നിവയാണ് ലക്ഷ്യമെങ്കിൽ അല്ല എന്നും. ഒപ്പം പുതിയതായി വരുന്നവർക്ക് കുറച്ച് നിർദ്ദേശങ്ങളും ഈ യുവാവ് പങ്കുവെക്കുന്നുണ്ട്. ഇങ്ങോട്ട് മാറുന്നതിന് മുമ്പേ തന്നെ മാന്യമായ പാക്കേജ് ചോദിച്ചു വാങ്ങുക. മ്യൂണിക്ക് പോലെയുള്ള നഗരങ്ങളിലെ ചിലവ് ലൈപ്സിഗ് പോലെയുള്ള സ്ഥലങ്ങളേക്കാൾ വളരെ കൂടുതലായിരിക്കും. നല്ല ജോലിക്കും ഉയർന്ന ശമ്പളത്തിനും ജർമ്മൻ ഭാഷ നിർബന്ധമാണ്. ആനുകൂല്യങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. സോഷ്യൽ മീഡിയയിലെ വീഡിയോകളിൽ കാണാത്ത ജർമ്മനിയുടെ യഥാർത്ഥ മുഖമാണിത്. സുരക്ഷിതമായ ഒരു ഭാവി ആഗ്രഹിക്കുന്നവർക്ക് ജർമ്മനി എന്നും ഒരു മികച്ച ഇടം തന്നെയാണ്. സുരക്ഷിതമായ ഒരു ഭാവി ആഗ്രഹിക്കുന്നവർക്ക് ജർമ്മനി എന്നും ഒരു മികച്ച ഇടം തന്നെയാണെന്ന് യുവാവ് സൂചിപ്പിക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഈ ഒരു കോട്ടിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും എങ്ങനെയാണ് ജർമ്മനിയുടെ ജീവിത ചിലവുകൾ നടന്നു പോകുന്നതെന്ന്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തുടക്കത്തിൽ തന്നെ വലിയ സിറ്റികളിൽ പോയി താമസിക്കാതിരിക്കുക. ഒരു മീഡിയം സിറ്റിയിൽ താമസിച്ച ഒന്ന് നമ്മളത് സ്റ്റേബിൾ ആയതിനു ശേഷം വലിയ സിറ്റികളിലേക്ക് മാറി താമസിക്കുക. കൂടുതൽ ജർമ്മനി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ജെന്യുവിൻ ആയിട്ടുള്ള റിവ്യൂസുകൾ സേഫ് ഹോം ജർമ്മനി എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.